പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായൺ ബഘേലിന് വടികൊണ്ട് പുറത്തും തലയ്ക്കും ക്രൂരമായി മർദ്ദനമേറ്റിരുന്നതായി റിമാൻഡ് റിപ്പോർട്ട്. പരിശോധനയിൽ രാം നാരായണന്റെ ശരീരത്തിൽ 40-ലധികം മുറിവുകൾ കണ്ടെത്തി. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന വിമർശനം ശക്തമാക്കി CPM രംഗത്തു വന്നു. കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മന്ത്രി കെ രാജൻ ചർച്ച നടത്തിയതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങും. രാം നാരായൺ ബഘേലിന്റെ കുടുംബത്തിനുള്ള സഹായധനം മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പാലക്കാട് ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട രാം നാരായൺ ബഘേലിന്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങും. മന്ത്രി രാജനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിയന്തര ധനസഹായം മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ 10 ലക്ഷം രൂപ നൽകാം എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അത് പറ്റില്ല, 25 ലക്ഷം രൂപ നൽകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലായിരുന്നു കുടുംബം. അതിനുശേഷമാണ് മന്ത്രി രാജൻ ഇതുമായി ബന്ധപ്പെട്ട് അവർ കുടുംബവുമായി ചർച്ച നടത്തിയതും ഈ ധനസഹായം നൽകാം എന്ന് മന്ത്രിസഭായോഗം തീരുമാനിക്കുകയും ചെയ്തത്. മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള തീരുമാനത്തിലാണ് കുടുംബമുള്ളത്. അതേസമയം ആൾക്കൂട്ട കൊലപാതകത്തിന്റെ രാഷ്ട്രീയം പരിശോധിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. ബംഗ്ലാദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളെ കൊല്ലുന്ന നടപടിയാണ് ഇവിടെ പലർക്കുമുള്ളത്. അതിന്റെ രാഷ്ട്രീയം പരിശോധിക്കണം, ഇതിന് പിന്നിലുള്ളത് സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും കേരളത്തിൽ അനുവദിക്കാൻ പാടുള്ളതല്ല. ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ സാധിക്കുന്നില്ല. ഈ ബംഗ്ലാദേശിൽ വരുന്ന ആളാണ് എന്ന് പറഞ്ഞാണ് ആ പാവ മനുഷ്യനെ അടിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് വിദ്വേഷ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശി എന്ന് കേൾക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരാളെ ഉൾക്കൊള്ളാനാകാതെ അത്തരത്തിൽ ആരോപിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നതെന്നും MP രാജേഷും ആരോപിച്ചു. RSS ഉണ്ടാക്കിയ ഒരു വിദ്വേഷ രാഷ്ട്രീയം, വംശീയ വിദ്വേഷം, അതാണ് ഇതിന്റെ കാരണം എന്നതാണ്. പുറത്തുനിന്ന് വരുന്നവരെയെല്ലാം ശത്രുക്കളായിട്ട് കാണുന്ന അവരെല്ലാം ബംഗ്ലാദേശികളാണ്, മലയാളിയല്ലാത്ത ഏതൊരാളും ബംഗ്ലാദേശിയാണ് എന്നതാണ് RSS കേരളത്തിൽ നടത്തുന്ന പ്രചരണം. അങ്ങനെ ചാപ്പ കുത്തുകയും മുദ്രകുത്തുകയും എന്നിട്ട് അവരെ തല്ലിക്കൊല്ലുകയും ചെയ്യുക എന്നതാണ്. അതേസമയം ആൾക്കൂട്ട കൊലപാതകത്തിന് ആക്രമണത്തിനിരയായിട്ടുള്ള ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട 5 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 5 പേരുടെയും രാഷ്ട്രീയം RSS രാഷ്ട്രീയമാണ് എന്നാണ് CPM ആരോപിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം 1-ാം പ്രതി അനുവിന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പ്രതികളുടെ എല്ലാം ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുന്നില്ല. ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള തരത്തിൽ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് പാലക്കാട് SP അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസ് അന്വേഷണം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകളും ഈ രാം നാരായണനെ മർദ്ദിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ചിത്രീകരിച്ച വീഡിയോ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നത്. അതേസമയം പലരും നാട് വിട്ടുപോയി ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇയാളെ ആക്രമിച്ചിട്ടുള്ള പലരും നാട് വിട്ടുപോയി എന്നുള്ള വിവരവും പോലീസ് ഷെയർ ചെയ്യുന്നുണ്ട്. SC/ST വകുപ്പ് പ്രകാരം ഏതെങ്കിലും തരത്തിൽ കേസെടുക്കാനുണ്ടോ, ഈ രാം നാരായണന്റെ ജാതി അന്വേഷിച്ച ശേഷം അത്തരത്തിലൊരു നീക്കം കൂടിയുണ്ട്, അത്തരത്തിലൊരു സാധ്യത കൂടിയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആൾക്കൂട്ട കൊലപാതകം കേരളത്തിന്റെ പൈതൃകത്തിന് തന്നെ മാനക്കേടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും നിലവിൽ രാഷ്ട്രീയ സാഹചര്യം അല്ല കണക്കിലെടുക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകത്തിൽ ആക്രമിക്കപ്പെട്ട സാഹചര്യം എന്താണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല ഇയാൾ മോഷണം നടത്തുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് പറയുന്നു. അതേസമയം ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് എന്നുള്ളതാണ് പലയിടത്തും രാഷ്ട്രീയ ചർച്ചയാകുന്നത്. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന് പിന്നിൽ RSS എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആൾക്കൂട്ട കൊലപാതകത്തിന്റെ മണ്ണാക്കി കേരളത്തെ മാറ്റാൻ ശ്രമമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.